ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ചേമ്പും തണ്ടിൻ്റെ നല്ലൊരു നാടൻ കറിയാണ്. നല്ല അടിപൊളി കറിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടി ഞാൻ ചേമ്പും തണ്ടിൽ തൊലി കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടാണ്. കഴുകി വൃത്തിയാക്കി വെച്ചു. ഒരു തക്കാളി, ഒരു നല്ലോണം കൈപ്പിടിയോളം ചെറിയ ഉള്ളിയും കുറച്ച് പുളിയും 3 പച്ചമുളകും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടെടുത്ത് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അതിനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതൊന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചതിന് ശേഷം ഇതിൽ മല്ലിപ്പൊടിയാണ് കൂടുതൽ എടുക്കേണ്ടത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഇതിലേക്കെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. മൂത്ത് വന്നതിന് ശേഷം ഒരു അരമുറി വലിയ തേങ്ങയും കൂടി ചേർച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് മൂക്കുന്ന സമയത്ത് ഒരു 4-5 പീസ് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനെ നല്ലോണം വറുത്ത് എടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കാൻ നോക്കണം. അങ്ങനെ അത് വറുത്ത് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ആറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ മിക്സിയിൽ ജാറിൽ അതൊന്ന് അരച്ചെടുത്തിട്ട് ആ ബന്ധിട്ട് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു ചെറിയൊരു താളിപ്പ് ഉണ്ടാക്കണം. ഒരു ചട്ടി വെച്ചിട്ട് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം, അതാണ് ടേസ്റ്റ്. കുറച്ച് 1/2 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് മൂപ്പിച്ചിട്ട് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ കറി. എന്തായാലും അറിയാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല വെള്ളരിൻ്റെ ചോറും ഇതിൻ്റെ ഒക്കെ ഉണക്കാന്ന് ടേസ്റ്റ്. അപ്പോൾ ഉണ്ടാക്കി നോക്ക്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.